കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശു രാജാവിന് അർപ്പിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അധികമായി അനുഗ്രഹിക്കും. നിങ്ങളുടെ സ്ഥിതികൾക്ക് കർത്താവ് അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ നന്മകളും ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും. ഒരിക്കലും ഒരു കാലത്തും നിങ്ങൾ നശിക്കുവാൻ, തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ഇന്നലകളിൽ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തിയിട്ടുണ്ട്. ഓരോ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവിടെ കർത്താവിൻ്റെ കരുതലും കൃപയും നമുക്ക് അനുഗ്രഹമായിരുന്നു. ചൂടേറിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ തണുപ്പായി, ആശ്വാസമായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ നടുവിൽ അയച്ച് ആത്മാവിൽ ബലപ്പെടുവാൻ, ദൈവകൃപയിൽ ജീവിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി. ദൈവം നമ്മളെ കരുതുന്ന കരുതൽ അത്ര ശ്രേഷ്ഠമാണ്. നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമായി, നമ്മൾ കരുതുന്ന കരുതലിൻ്റെ അപ്പുറമായി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഇന്നും പ്രവർത്തിക്കുന്നു. നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമാകും എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ദൈവിക വെളിപ്പാട് 56 സങ്കീർത്തനം 8 വാക്യത്തിൽ നിന്നാണ്. വാക്യം ഇങ്ങനെയാണ്: നീ എൻ്റെ ഉരൾച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ വയ്ക്കണമേ, അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ? അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. ദാവീദ് ദൈവസന്നിധിയിൽ പാടിയ, ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ ഗീതമാണ് 56 സങ്കീർത്തനം. ഫെലിസ്ത്യർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ, ഗത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ പാടിയ ഒരു പാട്ട്. ഭക്തനായ ദാവീദിനെതിരെ ശത്രു അതിൻ്റെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നന്മകൾക്കെതിരെ, അനുഗ്രഹങ്ങൾക്കെതിരെ പടപൊരുതി നിൽക്കുമ്പോൾ ദാവീദ് ദൈവത്തോട് പറയുകയാണ്: നീ എൻ്റെ ഉരൾച്ചകളെ എണ്ണുന്നു. നമ്മുടെ കഷ്ടതകളെ, നമ്മുടെ ജീവിതത്തിലെ വേദനകളെ എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മൾ സാധാരണക്കാരല്ല പ്രിയരെ. നമുക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്തവരല്ല. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ സഹോദരങ്ങളുടെ മുമ്പിൽ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഫീൽഡുകളിൽ, അത് ജോലി മേഖലയാകാം, ശുശ്രൂഷ മേഖലയാകാം, ഏതു തലത്തിലായിരുന്നാലും നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം, നിങ്ങൾ എവിടെ മാറ്റി നിർത്തപ്പെട്ടോ, നിങ്ങൾ എവിടെ ഉരൾച്ച അനുഭവിച്ചോ, കഷ്ടപ്പെട്ടോ, കഠിനാധ്വാനം ചെയ്തോ, ത്യാഗപരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ, ഒറ്റപ്പെടലുകളോ വേദനകളോ നിരാശകളോ നിങ്ങൾ അനുഭവിച്ചോ, അവിടെ ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങളുടെ വേദനകളെ എണ്ണി തിട്ടപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ചിലപ്പോൾ 60 വയസ്സ് വരെ ജീവിച്ച് കാണും, 90 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ 30 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടാകും, 45 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടാകും. വ്യത്യസ്ത പ്രായക്കാരാണ് ഈ സന്ദേശം കേൾക്കുന്നത്. നിങ്ങളുടെ ഈ കാലഘട്ടത്തിന് ഇടയിൽ നിങ്ങൾ കഷ്ടപ്പെട്ടത് പലതും നിങ്ങൾ മറന്നുപോയി കാണും. നിങ്ങൾ വേദനിച്ചത്, നിങ്ങൾ കിടന്ന് അലഞ്ഞത് നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റായി പോയ പല കാര്യങ്ങളും കാണും. ഒരുപക്ഷെ നിങ്ങളത് ഓർക്കുന്നു പോലുമില്ലായിരിക്കും. ചില തിക്താനുഭവങ്ങൾ മാത്രം നിങ്ങളുടെ മനസ്സിനെ പിടിച്ചുലത്തിയത് കൊണ്ട് ഇന്നും കരിയാത്ത മുറിവ് പോലെ ഹൃദയത്തിൽ കിടപ്പുണ്ടാകും. എന്നാൽ അങ്ങനെ അല്ലാത്ത ചില കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും. നിങ്ങളുടെ വീട്ടുകാർ ചെയ്തതും, നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങൾക്കെതിരെ ചെയ്തതും,
നിങ്ങളുടെ തോളിൽ കൈയിട്ട് നടന്നവർ നിങ്ങൾക്കെതിരെ ഒരുക്കി വെച്ച എല്ലാ വേദനകളും ഒരു പക്ഷെ നിങ്ങൾ മറന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ മറന്നാലും നമ്മൾ പോയ കാര്യങ്ങൾ, നമ്മൾ ഉഴൽച്ച അനുഭവിച്ച, കഷ്ടപ്പെട്ട, നമ്മൾ നിരാശപ്പെട്ട, നമ്മൾ ഭാരപ്പെട്ട, കഠിനാധ്വാനം ചെയ്ത പല മേഖലകളും നമ്മൾ മറന്നുപോയെങ്കിലും ഒന്നും മറന്നു കളയാതെ ഇന്നും അത് ഓർത്തുവെച്ച് ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ ചില പ്രിയപ്പെട്ടവരോട് ഞാൻ ദൂത് പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ചില വീഴ്ചകളും കഷ്ടതകളും മറന്നുപോയെങ്കിലും അത് ഓർത്തുവെച്ച് നാളുകളിൽ നിങ്ങളുടെ വിഷയത്തിന് മറുപടി തരുമ്പോൾ അപ്പോഴായിരിക്കും നിങ്ങൾ ഓർക്കുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചതായിരുന്നല്ലോ ഇത്, വർഷങ്ങൾക്ക് മുമ്പ് കരഞ്ഞതാണല്ലോ ഈ വിഷയത്തിന് വേണ്ടി. അങ്ങനെ ഓർമ്മ വരത്തക്ക നിലയിലുള്ള ചില അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവം എണ്ണി തിട്ടപ്പെടുത്തി നിങ്ങൾക്ക് തരാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് കൂടെ ചിന്തിക്കുമ്പോൾ കരഞ്ഞ ഒത്തിരി വിഷയങ്ങളുണ്ട്. സ്വന്തം വീട്ടിൽ കരഞ്ഞില്ലേ? ചെന്ന് കയറിയ വീട്ടിൽ കരഞ്ഞില്ലേ? നീ ചെന്ന പട്ടണത്തിൽ ആ രാജ്യത്ത് നീ കരഞ്ഞില്ലേ? വീട്ടിലെ ബെഡ്റൂമിൽ കിടന്ന് കരഞ്ഞില്ലേ? കിച്ചണിൽ പണിയെടുത്തപ്പോൾ കരഞ്ഞില്ലേ? ഓഫീസിൽ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ നീ കരഞ്ഞില്ലേ? ആ ICU വാർഡിൽ നീ ജോലി ചെയ്യുമ്പോൾ ആ ഉറച്ചു നിൽക്കുന്ന ആ തണുപ്പത്ത് ICUവിനകത്തിരുന്ന് നീ കരഞ്ഞില്ലേ? 10 പേര് കാണാതിരിക്കാൻ നീ കുനിഞ്ഞിരുന്ന് കരഞ്ഞ് കണ്ണ് തിരുമ്മി ഉടച്ചില്ലേ? നിന്റെ കണ്ണുനീർ പലതും നിന്റെ മടിയിൽ വീണില്ലേ? നിന്റെ കണ്ണുനീർ പലതും ചില മണ്ണിൽ വീണില്ലേ? നിന്റെ കണ്ണുനീർ പലതും ചില വീടിനകത്ത് വീണില്ലേ? പക്ഷേ ആ കണ്ണുനീർ എന്തിനൊക്കെ പൊഴിച്ചു എന്ന് നിനക്ക് ചിലപ്പോൾ മറന്നു പോയേക്കാം. പക്ഷേ ആ കണ്ണുനീരൊന്നും നിന്റെ ടവലിലോ നിന്റെ മടിയിലോ നിന്റെ വസ്ത്രത്തിലോ നീ നിന്ന മണ്ണിലോ അല്ല വീണത്. ഇവിടെ ദാവീദിൻ്റെ അർത്ഥത്തിൽ പറഞ്ഞാൽ, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ. ഇന്നലകളിൽ നീ കരഞ്ഞ, മക്കളെ ഓർത്ത് കരഞ്ഞ, വീടിൻ്റെ അനുഭവങ്ങളെ ഓർത്ത് കരഞ്ഞ, ജീവിത നിലവാരങ്ങളെ ഓർത്ത് കരഞ്ഞ, ശരീരത്തിൽ ആരോടും പറയാതെ കൊണ്ടു നടക്കുന്ന രോഗാവസ്ഥകളെ ഓർത്തു നീ കരഞ്ഞ കണ്ണുനീര്. കൊച്ചിൻ്റെ കല്യാണം നടക്കാൻ നീ കരഞ്ഞില്ലേ? നല്ല മാർക്ക് വാങ്ങിക്കണം എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് നീ കരഞ്ഞില്ലേ? ഭർത്താവിൻ്റെ മാനസാന്തരം ഉണ്ടാകാൻ നീ കരഞ്ഞില്ലേ? എന്നും മിടുക്കനായി കുളിച്ചൊരുങ്ങി ചീകിയ മുടിയുമായി വളരെ ഡീസൻ്റായി ഇൻഷർട്ട് ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് ബാഗും പിടിച്ചു കൊണ്ടുപോയ നിൻ്റെ ഭർത്താവ് സന്ധ്യയാകുന്ന സമയത്ത് 4 കാലിൽ മദ്യപിച്ച് കടന്നു വന്ന് നിൻ്റെ വീടിനകത്ത് ബഹളം വയ്ക്കുന്നത് കണ്ട് അനുഭവിച്ച് എന്നിതിനൊരു പരിഹാരം കിട്ടും, ഞാൻ ആഗ്രഹിച്ച ജീവിതം ഇതല്ലല്ലോ, എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എൻ്റെ ചേച്ചിമാർക്കില്ലാത്ത ഒരു ജീവിതം, അവരൊക്കെ എത്ര നന്നായിട്ടാണ് ജീവിക്കുന്നത്, എൻ്റെ ജീവിതം മാത്രം ഈ കുടിയൻ്റെ കൂടെ എത്ര നാള് എന്ന് പറഞ്ഞ് നീ കരഞ്ഞില്ലേ? ഇന്ന് രാവിലെ ആ കണ്ണുനീരൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നാണ് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്. ആ കണ്ണുനീരൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. സ്വർഗത്തിലെ തുരുത്തിയിൽ നിന്റെ കണ്ണുനീരുണ്ട്. ആ തുരുത്തി നിറയുമ്പോൾ സ്വർഗം അത് തൂക്കി നോക്കും. സ്വർഗം അത് തൂക്കി നോക്കി നിനക്ക് മറുപടി തരും. ഇത് സങ്കീർത്തനക്കാരൻ തൻ്റെ ഭാവനയിൽ ആത്മാവിൽ പറയുകയാണ്, ദൈവമേ എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. ഇന്ന് രാവിലെ എത്ര പേര് പ്രാർത്ഥിക്കും ഇങ്ങനൊരു പ്രാർത്ഥന? കർത്താവേ, ഞാൻ കരഞ്ഞത് നഷ്ടമാകല്ലേ, ഞാൻ ആ വീട്ടുകാർക്ക് വേണ്ടി കരഞ്ഞത് നഷ്ടമാകല്ലേ, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി കരഞ്ഞത് അത് നഷ്ടമാകല്ലേ, എൻ്റെ പള്ളിക്ക് വേണ്ടി എൻ്റെ വിശ്വാസ സമൂഹത്തിന് വേണ്ടി കരഞ്ഞത് അത് നഷ്ടമാകല്ലേ, എൻ്റെ കണ്ണുനീരിന് ഒരു മറുപടി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ ആ കണ്ണുനീര് തൂക്കി നോക്കി മറുപടി തരാൻ സ്വർഗത്തിലെ അപ്പ ജീവിച്ചിരിക്കുന്നു. ഈ പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം നമുക്കറിയാം. ബൈബിളിനകത്ത് ദാനിയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാം. ദാനിയേൽ പ്രവാസത്തിൽ പിടിക്കപ്പെട്ടവനാണ്. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിലെ
ആലയം നശിപ്പിച്ച് ആലയത്തിന് ചുറ്റുമുള്ള മതിൽ ചുട്ടുകളഞ്ഞ് ആനയെക്കൊണ്ട് കലപ്പ വെപ്പിച്ച് ആലയത്തിൻ്റെ അടിസ്ഥാനം ഇളക്കി മറിച്ച് ആലയത്തിനകത്തെ വിലപിടിപ്പുള്ള പാത്രങ്ങളും ആരാധനയ്ക്ക് കൊണ്ടിരുന്ന ഉപകരണങ്ങളും പിടിച്ചുകൊണ്ടുപോയ ഒരു കാലഘട്ടമുണ്ട്. അതുമാത്രമല്ല, ആ പട്ടണത്തിൽ സൗന്ദര്യമുള്ളതിനെയും ആരോഗ്യമുള്ളതിനെയും പിടിച്ചു കൊണ്ടുപോയൊരു കാലഘട്ടം. യെരുശലേമിലെ ആലയം നശിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടം. അന്ന് ഒരു കൊച്ചു പയ്യനായി പിടിച്ചു കൊണ്ടുപോയ ഒരു മകനാണ് ദാനിയേൽ. ദാനിയേൽ പ്രവാസത്തിൽ കിടക്കുമ്പോൾ ദാനിയേലിനെക്കുറിച്ച് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്ന ദാനിയേലിൻ്റെ നിലവിളിയെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ കാണാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ പറഞ്ഞു വിടാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദാനിയേൽ യെരുശലേമിൻ്റെ നേരെയുള്ള കിളിവാതിൽ തുറന്നിടും. ഈ ബാബിലോൺ സാമ്രാജ്യത്തിൽ നിൽക്കുന്ന സമയത്ത് യെരുശലേമിൻ്റെ നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ടിട്ട് ദാനിയേൽ ദൈവസന്നിധിയിൽ 3 വട്ടം പ്രാർത്ഥിക്കുമായിരുന്നു. 3 വട്ടം. എത്ര വട്ടമാ? 3 വട്ടം. 3 വട്ടം പ്രാർത്ഥിക്കുകയും 3 വട്ടം കരയുകയും ചെയ്യുന്ന ദാനിയേലിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. അത് ആ തുരുത്തിയിൽ ദൈവം പകർന്നു വെച്ചു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കരഞ്ഞതിനൊരു മറുപടി കിട്ടിയത്. ദാനിയേൽ പ്രാർത്ഥിച്ചത് എന്തിനാ? ദാനിയേൽ യെരുശലേമിൻ്റെ നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് കരഞ്ഞത് എന്തിനാ? കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല, 10 സെൻറ്റ് സ്ഥലം കിട്ടണമെന്ന് പറഞ്ഞല്ല, ഒരു നല്ല വണ്ടി തരണമെന്ന് പറഞ്ഞല്ല. ദാനിയേൽ പ്രാർത്ഥിച്ചത് കുറച്ച് ഒട്ടകങ്ങളെയും കുറച്ച് കാളയും കഴുതയൊക്കെ തരണം, ഇയ്യോബിനെ പോലെ ഞാനും സമ്പന്നനാകണം എന്ന് പറഞ്ഞല്ല കരഞ്ഞത്. യെരുശലേമിൻ്റെ നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് 3 നേരം പ്രാർത്ഥിച്ച കരഞ്ഞ ദാനിയേലിൻ്റെ പ്രാർത്ഥനാ വിഷയം വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. എൻ്റെ ദൈവമേ, പിതാക്കന്മാരുടെ കാലത്ത് ഞങ്ങളുടെ പട്ടണത്തിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. പിതാക്കന്മാരുടെ കാലത്ത് ഞങ്ങളുടെ പട്ടണത്തിൽ ആരാധനയുണ്ടായിരുന്നു, യാഗമുണ്ടായിരുന്നു. എന്നാൽ നെബൂഖദ്നേസർ രാജാവ് ആലയത്തെ പൊളിച്ചു കളഞ്ഞതുകൊണ്ടും ആലയത്തിൻ്റെ ചുറ്റുമതിൽ തീ വെച്ച് ചുട്ടുകളഞ്ഞതുകൊണ്ടും ഇന്ന് അവിടെ ആരാധനയില്ല. അതുകൊണ്ട് ദാനിയേലിൻ്റെ പ്രാർത്ഥന പണ്ടത്തെ പോലെ ഒരു കാലം, പണ്ടത്തെ പോലൊരു ആരാധന, പണ്ടത്തെ പോലൊരു ദൈവകൃപ, പണ്ടത്തെ പോലൊരു യാഗം നഷ്ടപ്പെട്ടു പോയത് ഞങ്ങൾക്ക് മടക്കി തരണമേ എന്ന് പറഞ്ഞ് ദാനിയേൽ കരയുമായിരുന്നു. ഇന്ന് രാവിലെ എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് കരയും? നഷ്ടപ്പെട്ടു പോയത് മടക്കി തരണേ, പണ്ടത്തെ പോലെ എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ, പണ്ടത്തെ പോലെ എൻ്റെ വീടിനെ ഒന്ന് മാനിക്കണേ, പണ്ടത്തെ പോലെ ആരാധന എനിക്ക് തരണേ. പണ്ട് ഞാൻ നന്നായി ആരാധിക്കുമായിരുന്നു, പണ്ട് ഞാൻ നന്നായി കുടുംബ പ്രാർത്ഥന നടത്തുമായിരുന്നു, പണ്ട് എൻ്റെ വീട്ടിൽ ആരാധന ഉണ്ടായിരുന്നു, ദൈവദാസന്മാരും ദൈവമക്കളും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത എനിക്കുണ്ടായിരുന്നു, പണ്ട് എനിക്കൊരു പേഴ്സണൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടു. ഇന്ന് വീടിനകത്ത് പ്രാർത്ഥനയില്ല. ദൈവദാസന്മാരും ദൈവസഭ വന്ന് നിൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടത്തിയിട്ട് എത്ര നാളായി? പണ്ടത്തെ പോലെ കോട്ടേജ് മീറ്റിങ്ങോ ഉപവാസ പ്രാർത്ഥനയോ നിൻ്റെ വീട്ടിൽ നടത്തിയിട്ട് എത്ര നാളായി? പണ്ടത്തെ പോലെ വ്യക്തിപരമായി കുത്തിയിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എത്ര നാളുകൾക്ക് മുമ്പായിരുന്നു? ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? പണ്ടത്തെ പോലെ കരച്ചിലും ദൈവസന്നിധിയിലുള്ള നിലവിളി ഇപ്പോഴുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മടങ്ങി വന്ന് പ്രാർത്ഥിച്ചു. നഷ്ടപ്പെട്ടു പോയി തിരികെ കിട്ടാൻ ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ ദൈവസന്നിധി കരയാനും പ്രാർത്ഥിക്കാനും നീ തയ്യാറാണെങ്കിൽ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച് പണ്ടത്തെ പോലൊരു വിടുതൽ കർത്താവ് നൽകും. എന്നാൽ ദാനിയേലിൻ്റെ പ്രാർത്ഥന അങ്ങനെ സ്വർഗത്തിൽ കിടക്കുമ്പോൾ ദാനിയേൽ മരിച്ചു പ്രിയരെ. പക്ഷെ കോരശനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഭക്തൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൽ കിടക്കുന്നിടത്തോളം കാലം കോരശനെ കൊണ്ട് തകർന്നുപോയ ആലയവും തകർന്നുപോയ മതിലും പണിയുവാൻ ദൈവം ഉപയോഗിക്കുകയാണ്. 1-ാം ഘട്ടം പണിക്ക് വേണ്ടി ചെന്നെങ്കിലും സന്മലത്തും തോബിയാവും അവിടെ പ്രതികൂലമായി നിന്നെങ്കിലും 2-ാം ഘട്ടം സക്കറിയാവിൻ്റെ കാലത്ത് ദൈവം അതിനെ ആരംഭിച്ചു. 1-ാം ഘട്ടം പണിക്ക് വേണ്ടി ദൈവം അയച്ചപ്പോൾ കോരശിൽ കൂടെ ആളുകളെ അയച്ച് പണിയാൻ ചെന്നപ്പോൾ സന്മലത്തും തോബിയാവും പണിയെ തടഞ്ഞെങ്കിൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും തൻ്റെ ദാസന്മാരെ അയച്ചു. എന്തിന്? ദാനിയേലിൻ്റെ പ്രാർത്ഥന തുരുത്തി കിടപ്പുണ്ട്. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ കരയുന്ന, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയുന്ന, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കരയുന്ന, നിങ്ങളുടെ അടുത്ത ജനറേഷന് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി കരയുന്ന കണ്ണുനീരിന് ഇന്ന് നിങ്ങൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും അല്ല, നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങളുടെ കണ്ണുനീർ തുരുത്തിയിൽ വെച്ചിട്ട് അതതിൻ്റെ സമയത്ത് നിൻ്റെ മക്കളുടെ മേലും മരുമക്കളുടെ മേലും ദൈവം തൻ്റെ നീതി അയക്കും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത്. തുരുത്തിയിലാക്കി വെച്ച്
അതതിൻ്റെ സമയത്ത് തൂക്കി നോക്കി പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ദൂത് പറയുകയാണ്. ദാവീദ് ഇവിടെ പറയുകയാണ്, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ? മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന നമ്മുടെ കണ്ണുനീർ, ദൈവത്തിൻ്റെ മക്കളുടെ കണ്ണുനീര് യഹോവയുടെ തുരുത്തിയിലുണ്ട് എന്ന് മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ദാവീദ് ഒന്ന് എടുത്തു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. രണ്ടുപേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് എന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, വർഷങ്ങളായി നിങ്ങൾ കരയുന്ന, നാളുകളായി നിങ്ങൾ തേങ്ങലടിക്കുന്ന, നിലവിളിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് ഒരു പരിഹാരം തരാൻ എൻ്റെ ദൈവം മതിയായവനാണ്. അങ്ങനെയെങ്കിൽ ആരുടെ നിലവിളിയാണ് ദൈവം കേൾക്കുന്നത്? ആരുടെ കണ്ണുനീരാണ് ദൈവത്തിൻ്റെ തുരുത്തിയിൽ പകർന്നു വച്ചിരിക്കുന്നത്? 34-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇങ്ങനെയാണ്: നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നോക്കുക, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. അപ്പോൾ ആരുടെ നിലവിളിയാണ് ദൈവം കേൾക്കുന്നത്? ദാവീദ് പറയുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? ദാവീദ് നിയമപരമായിട്ടാണ് പ്രാർത്ഥിച്ചത്. ഒരു വക്കീൽ കോടതിയിൽ വാദിക്കുന്നത് പോലെ ജഡ്ജിയുടെ മുമ്പിൽ ചെന്നിട്ട് IPC ഇത്ര നമ്പർ വെച്ച് പറഞ്ഞ് കൂട്ടിൽ നിൽക്കുന്ന കുറ്റവാളിയെ നിരപരാധിയാക്കി പുറത്തുവിടാൻ നോക്കുന്നത് പോലെ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ അതിൻ്റെ ലോ അനുസരിച്ച് ദാവീദ് പറയുകയാണ്, നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കാമെന്ന്. അങ്ങനെ പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കണം, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. പക്ഷെ ആ പ്രാർത്ഥന ആരാണ് ചെയ്യേണ്ടത്? എല്ലാവരുടെയും പ്രാർത്ഥന, എല്ലാവരുടെയും കണ്ണുനീര് ദൈവത്തിൻ്റെ തുരുത്തിയിലില്ല കേട്ടോ. എല്ലാവരുടെയും പ്രാർത്ഥന ദൈവസന്നിധി ചെല്ലത്തില്ല കേട്ടോ. ഈ ലോകത്തിൽ കാണുന്ന ഈ കോടിക്കണക്കിന് ജനങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവസന്നിധി ചെല്ലും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ അടുക്കൽ ഒരുത്തൻ്റെ പ്രാർത്ഥന ചെല്ലണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആൾ നീതിമാനായിരിക്കണം, വിശുദ്ധനായിരിക്കണം, അവൻ ദൈവകൃപയിൽ നിൽക്കുന്നവനായിരിക്കണം, ദൈവത്തോട് സമത്വമുള്ളവനായിരിക്കണം, യേശുവിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ടവനായിരിക്കണം, പുതിയ ജീവിതം, പഴയ മനുഷ്യനെ കളഞ്ഞ് പുതിയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അവൻ നീതിമാനാണ്. ആ നീതിമാൻ്റെ പ്രാർത്ഥനയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? കേൾക്കുന്നത്. നീതിമാനായി ജീവിക്കണം. യേശു കർത്താവിനെ കുറിച്ച് പീലാത്തോസ് പറയുന്നത് അങ്ങനല്ലേ? ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് എന്തില്ല? പങ്കില്ല. പീലാത്തോസിൻ്റെ ഭാര്യ എന്താ പറഞ്ഞ്? ആ നീതിമാന്റെ രക്തത്തിൽ നീ കൈ കടത്തരുതെന്ന. അപ്പോൾ നമ്മൾ നീതിമാനാണെങ്കിൽ നമ്മുടെ നീതിക്കനുസരിച്ച് ദൈവം മറുപടി തരും. ദൈവം നമ്മളോട് നോക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന, ചെയ്യുന്ന, പറയുന്ന കാര്യങ്ങൾ നീതിയാണെങ്കിൽ നമ്മുടെ വിഷയത്തിന് പരിഹാരമുണ്ട്. നീതി അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. നിൻ്റെ സഹോദരൻ 50 സെൻറ്റ് സ്ഥലമുണ്ട്, നിനക്ക് 15 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. എന്തെങ്കിലും വന്ന് ഭവിച്ച് സഹോദരൻ എന്തെങ്കിലും പറ്റിയിട്ടാണെങ്കിലും വേണ്ടിയില്ല, ആ 15 കൂടെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. മറ്റുള്ളവനുണ്ട്, അതുകൊണ്ട് എനിക്കും വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. തൊട്ടടുത്ത വീട്ടിലൊരു അച്ചായൻ അവരുടെ മക്കളെ അമേരിക്കയ്ക്ക് അയച്ചു, അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ മക്കളും അമേരിക്കയിൽ പോകണമെന്ന് ശഠിക്കരുത്. അടുത്ത വീട്ടിൽ വലിയൊരു 50 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിച്ചു, അതുകൊണ്ട് എനിക്കോ കാറ് വേണമെന്നും പറഞ്ഞ് നീ കിടന്ന് ബഹളം വയ്ക്കരുത്. നിൻ്റെ പ്രാർത്ഥനയിൽ നീതി ഉണ്ടായിരിക്കണം. ആ നീതിയോടുകൂടെ നീ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടത് എന്താണോ തക്ക സമയം കർത്താവ് തരും. ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിത്തിരിച്ചതല്ലേ നീ? അതുകൊണ്ട് ദൈവം ഒരിക്കലും നിന്നെ എന്ത് ചെയ്യത്തില്ല? കൈവിടത്തില്ല. ഈ മനുഷ്യരെല്ലാം കൈവിടും കേട്ടോ. ഈ പറയുന്ന ചിരിച്ച് കാണിക്കുന്ന, തോളെ കൈയിടുന്ന ആളുകളൊന്നും നാളെ നിൻ്റെ കൂടെ കാണണമെന്നില്ല. നിന്നെ സഹായിക്കാൻ, നിൻ്റെ മക്കളെ സഹായിക്കാൻ, കൊണ്ട് രക്ഷപ്പെടുത്താമെന്നൊക്കെ പറയുന്ന മോഹന വാഗ്ദാനങ്ങൾ പറയുന്ന ആളുകളില്ലേ? വെക്കേഷനൊക്കെ നാട്ടിൽ വരുമ്പോൾ പറയത്തില്ലേ, കൊച്ചു പഠിക്കട്ടെടി, കുഴപ്പമൊന്നുമില്ല, ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചക്കരവാക്കൊക്കെ പറഞ്ഞ് പോകുന്ന ചില അമ്മാച്ചന്മാരെ കണ്ടിട്ടില്ലേ? പിന്നെ പൊടിയിട്ട് അവരെന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല.
അങ്ങനെയുള്ളവരുടെ ഒന്നും വാക്ക് നീ വിശ്വസിക്കല്ലേ കേട്ടോ. നീ നീതിയോടെ കർത്താവിന് വേണ്ടി നിൽക്ക്. നിന്റെ കൊച്ചിന് വേണ്ടി കർത്താവ് വാതിൽ തുറക്കും. നാളെ അവർ കൊണ്ട് രക്ഷപ്പെടുത്തി, അവർ നിൻ്റെ കടം വീട്ടി, അവർ നിൻ്റെ കഷ്ടതയെ കൂടെ നിന്നു എന്ന് അവർ 10 പേരോട് പറയാതിരിക്കാൻ ദൈവം നീ അറിയാത്ത വ്യക്തികളിൽ കൂടെ നിൻ്റെ കുഞ്ഞിന് വേണ്ടി, നിൻ്റെ തലമുറയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. നീ നീതിയോടെ നിന്നാൽ മതി. അതുകൊണ്ട് ആരുടെയും കണ്ണും മുഞ്ഞിയും കണ്ട് നീ ജീവിക്കാനായിട്ട് നോക്കരുത്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കോണം. അതുകൊണ്ട് ഇന്നയാൾ ഇന്ന സ്ഥലത്തുണ്ട്, കുവൈറ്റിലുണ്ട്, സൗദിയിലുണ്ട്, കാനഡയിലുണ്ട്, അമേരിക്കയിലുണ്ടെന്ന് പറഞ്ഞ് നീ നടന്നാൽ സമയം വേസ്റ്റാകത്തേ ഉള്ളൂ. പകരം നീ പറയണം, എനിക്കൊരുത്തൻ സ്വർഗത്തിലുണ്ട്. സ്വർഗം എൻ്റെ കാര്യം വെക്കും, സ്വർഗം എൻ്റെ പെങ്കൊച്ചിൻ്റെ കാര്യം വെക്കും. എൻ്റെ ദൈവമാണ് എനിക്ക് ഈ കുഞ്ഞിനെ തന്നത്, എൻ്റെ കർത്താവാണ് എനിക്ക് ഈ പെങ്കൊച്ചിനെ തന്നത്, അതുകൊണ്ട് അവളെ കെട്ടിച്ചയക്കാനുള്ളത് ദൈവം എനിക്ക് തരും. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും. കാരണം ഈ മനുഷ്യരെല്ലാം വാക്കു മാറും. അവരാരും നിന്നെ സഹായിക്കത്തൊന്നുമില്ല. ചുമ്മാ നിന്നെ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ, ഒന്ന് ഹല്ലേലൂയ ഒന്ന് സുഖിപ്പിക്കാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അതുകൊണ്ട് നീ അതിനകത്ത് വീഴരുത്. പക്ഷെ നീ ഒരു നീതിമാനാണെങ്കിൽ, നീതിയോടെ ജീവിക്കുന്ന ഒരു ദൈവവേദലാണ് നീ എങ്കിൽ, നിനക്ക് വേണ്ടത് കർത്താവ് കരുതിയിട്ടുണ്ട്. നിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം മറുപടി അയക്കും. ഇവിടെ 34 സങ്കീർത്തനം 17 വാക്യം ബൈബിൾ എടുത്ത് വായിക്കുക. അവിടെ എഴുതിയേക്കുവാണ്, യഹോവ കേട്ടെന്ന്. യഹോവ കേട്ടു. ആരുടെ നിലവിളിയാ? നീതിമാൻ്റെ നിലവിളി. യഹോവ കേട്ടു. ഇയ്യോബ് നീതിമാനായിരുന്നു, യഹോവ കേട്ടു. ഹന്ന നീതിയോടെ ജീവിച്ചവളായിരുന്നു, യഹോവ അവിടെ പ്രാർത്ഥന കേട്ടു. അബ്രഹാം നീതിമാനായിരുന്നു, ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. നോക്കുക, പത്രോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. കാരാഗ്രഹത്തിന് അടിസ്ഥാനം കുലുങ്ങി, കാരണം അവർ നീതിമാന്മാരാണ്. യഹോവ അവരുടെ പ്രാർത്ഥന കേട്ടു. ഇന്ന് രാവിലെ നിങ്ങളും നീതിയോടെ ജീവിക്കുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് ദൈവത്തിൻ്റെ തുരുത്തിയിലുണ്ട്. നീതിയോടെ നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ഭാരപ്പെടേണ്ട. എവിടുന്ന് അന്നോട് ചോദിക്കല്ല. നിങ്ങൾക്ക് പോലും അറിയാത്ത ചില വഴികൾ 2025 നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കും കേട്ടോ. ഇന്ന് രാവിലെ ഒരു പ്രവചനദൂത്, ചിലതിനെ നോക്കി ഞാൻ ദൂത് കൈമാറുകയാണ്. ഈ വർഷം അവസാനിക്കാൻ ചില ആഴ്ചകളേ ഉള്ളൂ. പക്ഷേ ഈ വർഷം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ്, ഈ വർഷത്തിൻ്റെ അവസാന ദിവസം കഴിയുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കും കേട്ടോ. നിൻ്റെ മക്കൾക്ക് വേണ്ടി വഴി ദൈവം തുറക്കും. ആ PR കിട്ടും കേട്ടോ. ആ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും കേട്ടോ. സ്വർഗത്തിലെ കർത്താവ് നിൻ്റെ ആ എമിഗ്രേഷൻ ക്ലിയർ ചെയ്തു തരും കേട്ടോ. നിൻ്റെ കൊച്ചിന് ദൈവം തക്കതായൊരു തുണയെ കർത്താവ് തരും കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാവിലെ നീ നീതിമാനായിട്ട് ജീവിച്ചാൽ മതി. തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച അഹങ്കാരം പറഞ്ഞ് എനിക്കതുണ്ട് ഇതുണ്ട്, ഞാൻ ആനയാണ് പൂച്ചയാണെന്ന് പറഞ്ഞ് നടക്കാതെ ദൈവസന്നിധി താണിരുന്ന് പറ, ദൈവസന്നിധി താണിരുന്ന് കര. നിനക്ക് എന്തു ഉണ്ടാകട്ടെ, നെഗളിക്കരുത്. നെഗളിക്കാതെ ദൈവസന്നിധി മുട്ടുമടക്ക്. തക്ക സമയത്ത് നിനക്ക് വേണ്ടത് കർത്താവ് കരുതും. ദൈവം നിനക്ക് നൽകിയാൽ അതൊരിക്കലും വഴിയിൽ പട്ടുപോകുന്നതല്ല. അത് നിൻ്റെ ജീവിതകാലം മുഴുവനും, നിൻ്റെ തലമുറയുടെ ജീവിതകാലം മുഴുവനും അല്ല, അവരുടെ തലമുറയുടെ ജീവിതകാലം മുഴുവനും അനുഭവിക്കത്തക്ക നിലയിലുള്ളതാ ദൈവം തരുന്നത്. നീ തല്ലിക്കൊട്ടി നിൻ്റെ സ്വാർത്ഥതയും നിൻ്റെ പണവും നിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നീ ചെയ്തു കൂട്ടുന്ന പലതും 6 മാസത്തേക്ക് ഗ്യാരണ്ടിയും വാറണ്ടിയും ഉള്ളൂ. എന്നാൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് തന്നാൽ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ദൈവസന്നിധി താണിരിക്കണം. വാക്കിൽ നിഗളിക്കരുത്. ജീവിതത്തിൽ ഞാനെന്ന ഭാവം ഉണ്ടാകരുത്. ഒരു നീതിമാൻ ജീവിക്കുന്ന പോലെ ജീവിക്കണം. നോഹ ദൈവത്തോടു കൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവത്തോടു കൂടെ നടക്കച്ച, ദൈവത്തോടു കൂടെ നടക്ക്. ദൈവം നിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. നീ തുടങ്ങി വെച്ച സകലതും പരാജയപ്പെട്ട് നിൽക്കുകയല്ലേ? നിൻ്റെ വീടിനകത്ത് പലതും മുടങ്ങി നിൽക്കുകയല്ലേ? വ്യത്യാസം ദൈവം തരണ്ടേ? ദൈവത്തോടു കൂടെ നടക്കുക. പരീശനെ പോലെ നീ നടക്കരുത്. ഞാൻ പ്രാർത്ഥിക്കുന്നവനാണെന്ന് പറഞ്ഞ് തെരുവീതിയിൽ നിന്ന് പ്രാർത്ഥിക്കരുത്. മുഖ്യാസനങ്ങളിൽ കയറി നിന്റെ പൊങ്ങച്ചം നീ പറയരുത്. പകരം തമ്പുരാൻ്റെ സന്നിധി കീഴ്പ്പെടുക. എന്നിട്ട് നീ കണ്ണുനീഴൊഴുക്കി കർത്താവ് പറ, കർത്താവേ ഞാൻ ഒന്നുമില്ല എന്ന് പറ. നിൻ്റെ വീടിനകത്ത് ബ്ലോക്കായി കിടക്കുന്ന സകല നന്മയും മടവെട്ടി ഒഴുക്കുമ്പോൾ വെള്ളം പുറത്തു വരുന്ന പോലെ വർഷങ്ങളായി നീ അനുഭവിക്കേണ്ട, നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ട നന്മ പുറത്തു വരും. കണ്ടിട്ടില്ലേ? മട വെച്ച് തടഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളക്കെട്ട്, അതിൻ്റെ സൈഡ് പൊട്ടിച്ചു കഴിയുമ്പോൾ
ഭയങ്കര ശക്തിയോടെ വെള്ളം വരുന്ന കണ്ടിട്ടില്ലേ? എന്ന പോലെ കഴിഞ്ഞ ചില വർഷങ്ങളായി നിന്റെ തലമുറ അനുഭവിക്കേണ്ട നന്മയുണ്ടല്ലോ, നീ അനുഭവിക്കേണ്ട നന്മയുണ്ടല്ലോ, കെട്ടിക്കിടക്കുക കേട്ടോ. ആ കെട്ടിക്കിടക്കുന്ന നന്മ നിന്റെ ജീവിതത്തിൽ അത് ഒഴുകി ശക്തിയോടെ വന്ന് പതിക്കും കേട്ടോ. പക്ഷെ നീ എന്ത് ചെയ്യണം അറിയോ? മുട്ടുമടക്കി താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് നിന്നെ മാനിക്കും, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം, ഞാൻ ദൈവസന്നിധി അഹങ്കരിച്ചാലുണ്ടല്ലോ, ഞാൻ ദൈവസന്നിധി നീതിമാനല്ലാതെ ജീവിച്ചാലുണ്ടല്ലോ, ഞാൻ ആ ഭാഗം പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഉണ്ട് പറയുക, ആരോടോ ദൈവാത്മാവ് ഇടപെടുകയാണ്. നീതിമാനാണെന്ന് നീ പ്രദർശിപ്പിക്കുകയല്ല, നീ ജീവിച്ച് കാണിക്കണം. ആമേൻ. അങ്ങനെയാണെങ്കിൽ നിൻ്റെ വാക്ക് മറ്റുള്ളവർക്ക് പ്രയോജനമാണ്, മറ്റുള്ളവർക്ക് നിൻ്റെ വാക്ക് സന്തോഷമാണ്. നീ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് വേദനയാകുന്നെങ്കിൽ നീ നീതിമാനല്ല. നീ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്കൊരു ഭാരമാകുന്നെങ്കിൽ ദൈവം നിന്നെ കണി പോലും കണ്ടിട്ടില്ല. അതുകൊണ്ട് നിൻ്റെ വിഷയത്തിന്, നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ഇന്ന് രാവിലെ ഷാർപ്പായിട്ട് ദൈവത്തിൻ്റെ ആത്മാ പറയുകയാണ്, നീ നീതിമാനായിട്ട് കർത്താവിന് വേണ്ടി നിൽക്ക്, വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി നിൽക്ക്. നിൻ്റെ നിലവിളി യഹോവ കേൾക്കും. ഇവിടെ എഴുതിയിരിക്കുന്ന യഹോവ കേട്ടെന്ന. യഹോവ കേട്ടപ്പോൾ എന്താ സംഭവിച്ചേ? യഹോവ കേട്ടിട്ട് മിണ്ടാതിരുന്നോ? ഇല്ല. അടുത്ത വാക്ക്, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഇന്ന് നീ അനുഭവിക്കുന്ന സകല കഷ്ടങ്ങൾക്കകത്തും കണ്ണുനീരിനകത്തും മറുപടി തരാൻ, നീ ഒഴുക്കുന്ന കണ്ണുനീർ ഒഴുക്കുന്ന വിഷയത്തിന് മറുപടി തരാൻ എൻ്റെ ദൈവം ജീവിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഇങ്ങനെ പറയാം, ഏതോ ദൂരദേശത്തിരുന്ന് ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്, ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. വീടിനകത്തിരുന്ന് കരയാൻ കഴിയാതെ കാറിനകത്ത് പോയിരുന്ന് കരയുന്ന ചിലർ, വാഹനം ഓടിക്കാൻ കഴിയാതെ കണ്ണ് മൂടൽ മഞ്ഞ് പോലെ മങ്ങിയിട്ട് ഒരു സൈഡിലേക്ക് വണ്ടി പാർക്ക് ചെയ്ത് കാറിലിരുന്നു കൊണ്ട് അയ്യോ എന്ന് പറയുന്ന കരയുന്ന ചിലതെന്നെ കേൾക്കുന്നുണ്ട്. വീടിനകത്ത് സ്വസ്ഥതയില്ല, ഭാര്യ കീഴ്പ്പെടുന്നില്ല, ഭർത്താവ് സ്നേഹിക്കുന്നില്ല, ജോലിയിൽ ചെന്നാൽ അവിടെ ആമൻ അസ്വസ്ഥതയാണ്, അവിടെ ഭയങ്കര സ്ട്രെസ്സാണ്, ആമൻ മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, ജീവിതത്തിൽ വല്ലാത്ത പരിവരുത്ത അനുഭവം, ചത്താ മതി എന്ന് പറയുന്ന ചിലതെന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മ പറയുക, താണിരുന്ന് കറകുഞ്ഞേ, നിൻ്റെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം വരുത്തും. നിനക്ക് പ്രമോഷൻ ദൈവം തരും, നിൻ്റെ സാലറി വർദ്ധിക്കും. മാസങ്ങൾ കൊണ്ട് കിട്ടാതെ കിടക്കുന്ന, കെട്ടിക്കിടക്കുന്ന നിൻ്റെ നന്മയുണ്ടല്ലോ, നിൻ്റെ പണമുണ്ടല്ലോ, അങ്ങനെ ചില ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അങ്ങനെ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ താഴെ എഴുതിയിടൂ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നന്മ മുടങ്ങിക്കിടക്കുന്ന ചില ആത്മാവ് കാണുന്നു, നന്മ മുടങ്ങിക്കിടക്കുന്ന, കഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി മാസങ്ങളായി പണിയെടുത്തിട്ട് കൈ കിട്ടേണ്ടത് ക്രെഡിറ്റ് ആകാതെ എവിടെയോ ബ്ലോക്കായി കിടക്കുന്ന ചില നന്മകളെ ദൈവം ഓപ്പൺ ആക്കാൻ പോവുകയാണ്. നിൻ്റെ സകല കഷ്ടത്തിലും ദൈവം വിടുവിക്കാൻ പോവുക. സകല കഷ്ടത്തിൽ, ഒന്നും രണ്ടും അല്ല, നീ അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളും കർത്താവ് നിന്നെ വിടുവിക്കും. നീ നീതിമാനായിട്ടിരുന്നാൽ മതി. കണ്ണുനീര്, നിൻ്റെ കണ്ണുനീര് ആ തുരുത്തിയിലുണ്ട് കുഞ്ഞെ. നീ ഒഴുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, ഒന്നും വെറുതെ പോകത്തില്ല. ആ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. ഹന്ന ആലയത്തിൽ കയറി കുനിഞ്ഞിരുന്ന് കരഞ്ഞു. അവിടെ കണ്ണുനീര് കർത്താവ് കണ്ടു, യഹോവ കണ്ടു. യഹോവ കണ്ണുനീര് കണ്ടപ്പോൾ അവിടെ ഗർഭം തുറന്നു കൊടുത്തു, ഒരു ശാമുവേലിനെ കൊടുത്തു. നീ കരയുന്ന, നിൻ്റെ വീട്ടിൽ കരയുന്ന, പള്ളി വന്ന് കരയുന്ന, വഴിയെ നടക്കുമ്പോൾ കരയുന്ന വിഷയത്തിന് മറുപടിയുണ്ട്. നിൻ്റെ കുഞ്ഞിന് ദൈവം പഠിക്കാൻ ബുദ്ധി കൊടുക്കും. പഠിക്കുന്ന തലയിൽ കയറുന്നില്ലെങ്കിൽ നീ ആ കുഞ്ഞിനെ മുമ്പോട്ട് വിളിച്ചിട്ട് തലയിലോട്ട് കൈവച്ച് അമ്മേ നീ പ്രാർത്ഥിക്കും. ഒരു പാസ്റ്ററേയും വിളിക്കണ്ട, ഒരു സ്പെഷ്യലിസ്റ്റിനെയും വിളിക്കണ്ട, നീ തന്നെ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിക്കും. പറ, കർത്താവേ, അങ്ങ് തന്നതാ എനിക്കിവനെ, അങ്ങ് തന്നതാ എനിക്കിവളെ, ഇവൻ്റെ ബുദ്ധിയെ തുറക്കണം, ഇവക്ക് നന്നായി പഠിക്കാൻ കൃപ ചെയ്യണം. പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിൻ്റെ കുഞ്ഞ് കിടക്കുന്ന ബെഡ്റൂമിൽ ചെല്ല്, അവൾ കിടക്കുന്ന കട്ടിലിൻ്റെ അരികിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അവൾ കോളേജിൽ പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, അമ്മേ നീ ആ കുഞ്ഞിൻ്റെ കട്ടിലിരുന്നൊന്ന് കരഞ്ഞ് നിൻ്റെ കണ്ണിലെ കണ്ണുനീര കട്ടിലൊന്ന് വീഴട്ടെ. നിൻ്റെ കുഞ്ഞ് വഴി തെറ്റത്തില്ല. നിൻ്റെ കുഞ്ഞിന് വേണ്ടതെല്ലാം ദൈവം തക്ക സമയം കരുതും. കാരണം നിൻ്റെ വീടിന് നീതിമാൻ്റെ വീടല്ലേ, പ്രാർത്ഥിക്കുന്നവൻ്റെ വീടല്ലേ, ഉപവസിക്കുന്നവൻ്റെ വീടല്ലേ. നിൻ്റെ വീട്ടിൽ വിടുതൽ നടന്നില്ലെങ്കിൽ ആരുടെ വീട്ടിലാണ് പിന്നെ വിടുതൽ നടക്കണ്ടേ? അതുകൊണ്ട് ഇന്ന് രാവിലെ ആത്മാവി പറയാം, കഴിഞ്ഞ നാളുകളിൽ കരഞ്ഞ സകല കണ്ണുനീരും തുരുത്തിയിലുണ്ട്. ഈ ദിവസങ്ങളിൽ അത് തൂക്കി നോക്കി പ്രതിഫലം വിധിക്കുന്ന സമയം അടുത്തിരിക്കുകയാണ്. ദൈവം നിന്നെ മാനിക്കും. നീ പാർക്കുന്ന ദേശത്ത് നിനക്ക് വീട് തരും. നീ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ കുടുംബത്തിൽ വിശാലത വരും.
നിന്റെ ഭർത്താവിൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. ആയിരിക്കുന്ന മേഖലയിൽ ഉയർച്ച തന്നെ നിങ്ങൾ പ്രാപിക്കും. മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്ക നിലയിൽ, അവരമ്പരന്നു പോകത്തക്ക നിലയിൽ ഈ വർഷം ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും. വിശ്വസിക്കാമോ? കണ്ണുനീര് നഷ്ടപ്പെട്ടിട്ടില്ല. വർഷങ്ങൾ കൊണ്ട് കരഞ്ഞ കണ്ണുനീര് നഷ്ടപ്പെട്ടിട്ടില്ല. അത് തുരുത്തിയിലുണ്ട്, മറുപടിയുണ്ട്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകല് പറഞ്ഞ ശക്തമായ ദൂതിനായി സ്തോത്രം. ചില പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് ഇടപെട്ടതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീര് ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്നും അത് തുരുത്തിയിലുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞ കർത്താവേ, ഞങ്ങൾ നീതിമാനാണ്, ഞങ്ങളുടെ നീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞാനെന്ന ഭാവം കളഞ്ഞ് താഴ്മയോടെ ദൈവസന്നിധി കുത്തിയിരുന്ന് കരയാനും പ്രാർത്ഥിക്കാനും ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ബലപ്പെടുത്തണേ കർത്താവേ. കൃപ തരണമേ കർത്താവേ. ഞങ്ങളെ ശക്തീകരിക്കണേ കർത്താവേ. ഈ ജനത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭാരപ്പെടേണ്ട. വർഷങ്ങൾക്ക് മുമ്പ് കരഞ്ഞ കണ്ണുനീര് പോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അത് ആ തുരുത്തിയിലുണ്ട് കേട്ടോ. മറുപടി നിങ്ങളിലും നിങ്ങളുടെ തലമുറയിലും അത് കാണും. വിശ്വസിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് സന്തോഷമായെങ്കിൽ, നിങ്ങൾക്കൊരു വിടുതലായെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങൾ പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും 6 മണിക്ക് ഇതുപോണക്കുള്ള സന്ദേശങ്ങൾ കേൾക്കാനിടയാകും. മുടങ്ങാതെ നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്കത് അനുഗ്രഹമാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.